എല്ലാവർക്കും ശ്രീരാമനവമി ആശംസകൾ. അപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ ജന്മദിനമാണ് ഈ രാമനവമിയായിട്ട് ആഘോഷിക്കുന്നത്. ശ്രീരാമനവമി എന്നാണ് പറയുന്നത്. കാരണം അവിടെ ഒരു ശ്രീ എന്ന് പറയുന്നത് സീതയെ കാണിക്കുന്നു. എപ്പോഴും ഭാരതീയ സംസ്കാരത്തിൽ സ്ത്രീകൾക്ക് അത്രയും ഒരു സ്ഥാനമാണ്. സ്ത്രീ ലക്ഷ്മിയാണ്, അല്ലെങ്കിൽ സ്ത്രീ ഐശ്വര്യ ദേവതയാണ് എന്നൊക്കെ പറയും. അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ രാധേശ്യാം എന്നാണ് വൃന്ദാവനത്തിലൊക്കെ പറയുന്നത്. കാരണം രാധ കഴിഞ്ഞിട്ടാണ് നമ്മൾ കൃഷ്ണനെ ഓർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ അപ്പോൾ നമ്മൾ ഗൗരി ശങ്കരൻ എന്ന് പറയാറുണ്ട് ശിവന്. അത് ഗൗരിയുടെ പേര് കഴിഞ്ഞിട്ടാണ് ശങ്കരൻ പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും അപ്പോൾ അതുകൊണ്ടാണ് ശ്രീരാമൻ എന്ന് പറയുന്നത്. അവിടെ ശ്രീ എന്ന് പറയുന്നത് സീതയെ കാണിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും പ്രാധാന്യമാണ് സ്ത്രീയുടെ ശക്തിയെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ രാമനവമിക്ക് നമുക്ക് വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോവാം, നല്ലതാണ്. പിന്നെ ഒരു നേരം ഭക്ഷണമോ അല്ലെങ്കിൽ കുളിച്ച് ശേഷം വലിയ വ്രതങ്ങൾ എടുക്കാൻ പറ്റാത്തവർക്ക് അങ്ങനെയും ചെയ്യാം. ഇനി ഒന്നും കഴിക്കാതെ വ്രതമൊക്കെ എടുക്കുന്നവരുണ്ട്. പിന്നെ അങ്ങനെ എടുത്താലും നല്ലതാണെന്ന് പറയും. പിന്നെ കഠിന വ്രതങ്ങളൊന്നും ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതൊക്കെ നമ്മുടെ ഒരു ശരീരസ്ഥിതിക്കും പിന്നെ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ പരിതസ്ഥിതികൾക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഒന്നും നമ്മളെ അടിച്ചേൽപ്പിക്കാത്ത ഒരു മതമാണ് നമ്മുടെ ഹിന്ദുമതം. കാരണം ഇവിടെ നമ്മുടെ സംസ്കാരം ഹിന്ദു മതം എന്ന് പോലും പറയാൻ പറ്റില്ല. ഹിന്ദുയിസം ഈസ് നോട്ട് എ റിലീജിയൻ, ഇറ്റ് ഈസ് എ വേ ഓഫ് ലിവിങ് എന്ന് പറയും. അതാണ് നമ്മുടെ ആ ഒരു സംസ്കാരത്തിൻ്റെ ഒരു ശക്തി. ഇവിടെ നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളുന്നു, ഏത് മതസ്ഥരെയും നമ്മൾ ഉൾക്കൊള്ളുന്നു. എല്ലാ മതങ്ങൾക്കും സ്വാഗതം എന്നാണ് നമ്മളുടെ ഒരു സംസ്കാരം പറയുന്നത്. പിന്നെ നമ്മുടെ ഒരു ഗ്രന്ഥത്തിലും ഒരു അന്യമതങ്ങളെക്കുറിച്ചോ ഒന്നും ഒരു വരി പോലും എഴുതി വച്ചിട്ടില്ല. നമുക്ക് അതിശയം തോന്നും, അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് നമ്മുടെ സംസ്കാരവും നമ്മുടെ മതവും എല്ലാം തന്നെ. അപ്പോൾ നമുക്ക് ഈ ഒരു രാമനവമി കാലത്ത് ഭഗവാൻ ശ്രീരാമനെ ശ്രീരാമനാമം ജപിച്ചുകൊണ്ട് ശ്രീരാമജയം എന്ന് എഴുതാൻ ബുക്കിൽ 1008 പ്രാവശ്യം എഴുതുന്നവരുണ്ട്, 108 പ്രാവശ്യം എഴുതുന്നവരുണ്ട്. നമ്മളൊരു അമ്പലത്തിൽ അർച്ചന ചെയ്യുന്നതിനേക്കാളും എത്രയോ വിശിഷ്ടമാണ് നമ്മൾ തന്നെ ജപിക്കുന്നത്. അപ്പം നമ്മൾ അർച്ചന ചെയ്യുമ്പോൾ കിട്ടുന്ന ഫലത്തെക്കാളും നമ്മൾ ഒരു ക്ഷേത്രത്തിൽ അർച്ചനയ്ക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന അതിനേക്കാളും ഗുണമാണ് നമ്മൾ സ്വയം ഈ നാമങ്ങൾ ഉരുവിടുകയും അതിനുവേണ്ടി കുറേ സമയം ചിലവാക്കുകയും പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ പാരായണം ചെയ്യുന്നത് നമുക്ക് ഒരു ശീലമാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങൾ അത്രയും വിശിഷ്ടമാണ്. രാമായണം ഏറ്റവും വലിയ മഹാകാവ്യം തന്നെയാണ്, ഒരു വലിയ ഇതിഹാസം തന്നെയാണ്. ഇന്ന് ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഇതിഹാസമാണ് രാമായണവും മഹാഭാരതവും. അപ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ആ നാമവും ജയിക്കട്ടെ. ജയ് ശ്രീരാം. പിന്നെ നമുക്ക് ഇന്ന് ശ്രീരാമചന്ദ്രൻ്റെ ആ ഒരു അവതാരം അല്ലെങ്കിൽ ജനനത്തെ സൂചിപ്പിക്കുന്ന ആ ഒരു ഭാഗം രാമായണത്തിൽ ഞാനൊന്ന് ചൊല്ലാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീധാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ, നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. അപ്പോൾ ശ്രീരാമ അവതാരം, അതിനു മുമ്പ് അശ്വമേധവും പുത്രകാമേഷ്ടിയും എന്ന് വരുന്നുണ്ട്. അത് വസിഷ്ഠ ഗുരുവിൻ്റെ നിയോഗത്താൽ പിന്നെ ഋഷ്യശൃംഖനെ വരുത്തി ഒരു യാഗശാലയിൽ പുത്രകാമേഷ്ടി യാഗം നടത്തി ദശരഥൻ. ആ പുത്രകാമേഷ്ടി യാഗശാലയിൽ നിന്ന് വന്ന പായസം ഭാര്യമാർക്ക് കൊടുത്തു. ഒരു ഭാഗം അതിന് രണ്ടാക്കി, ഒരു ഭാഗം കൗസല്യയ്ക്കും ഒരു ഭാഗം കൈകേയിക്കും കൊടുത്തു. അപ്പോൾ അവർ രണ്ടുപേരും തങ്ങൾക്ക് കിട്ടിയ ഓരോ ഭാഗം, അപ്പോൾ
അപ്പോൾ എടുത്ത് സുമിത്രയ്ക്കും കൊടുത്തു. അങ്ങനെ 3 പത്നിമാരും പിന്നീട് ഗർഭിണികളായി. അങ്ങനെ ആ ഒരു ഗർഭകാലം അവസാനിക്കുമ്പോഴാണ് പിന്നെ ശ്രീരാമ അവതാരം നടക്കുന്നത്. അപ്പോൾ പറയുന്നത് ഒരു നവമി തിഥിയിൽ പുണർദം നക്ഷത്രത്തിലാണ് ശ്രീരാമചന്ദ്രൻ ജനിച്ചത്. അപ്പോൾ പറയാം, ഗർഭവും പരിപൂർണമായി ചമഞ്ഞതുകാലം അർഭകന്മാരും 4 പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി, നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി. കർക്കടകത്തിൽ അത്യുച്ച സ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ച ഉദയം കർക്കടകം. അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പെറ്റിതു കൈകേയിയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം. അപ്പോൾ പിന്നെ ആ ഒരു പുണർദം നക്ഷത്രത്തിൽ നവമി തിഥിയിൽ ആണ് ശ്രീരാമചന്ദ്രൻ ജനിച്ചത് എന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് മംഗളമുഹൂർത്തത്തിൽ ജനിച്ചപ്പോൾ ഭൂമിക്കും ദേവകൾക്കും ദേവന്മാർക്കും ഒക്കെ ആഹ്ലാദം പകർന്നു ഈ ജനനം തന്നെ എന്ന് പറയുന്നു. പിന്നെ പിറ്റേന്ന് പൂയം നക്ഷത്രത്തിൽ ഭരതനും അതിൻ്റെ പിറ്റേന്ന് സുമിത്രയ്ക്ക് 2 പുത്രന്മാരുണ്ട്. 2 പങ്ക് പായസമാണല്ലോ കഴിച്ചത്. അതുകൊണ്ട് ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്ന 2 പുത്രദ്വയം എന്നാണ്, ദ്വയം 2 പുത്രദ്വയം ജനിച്ചു. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും. സഹസ്രകിരണന്മാർ ഒരുമിച്ചൊരു നേരം സഹസ്രായുധം ഉദിച്ചുയരുന്ന പോലെ സഹസ്രപത്രോദ്ഭവ നാരദ സനകാദി സഹസ്രനേത്ര മുഖ വിബുധേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പൊരു നിർമ്മല മകുടവും സുന്ദര ചിഗുരവും അളകസുഷമയും കാരുണ്യാമൃതരസ സമ്പൂർണ്ണ നയനവും നാരുണ്യാംബര പരിശോഭിത ജഗനവും ശംഖചക്രാബ്ജ ഗദാശോഭിത ഭുജങ്ങളും ശംഖ സന്നിഭകള രാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്ക് കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവം കുണ്ടല മുക്താഹാര കാഞ്ചി നൂപുര മുഖമണ്ഡലങ്ങളും ഇന്ദുമണ്ഡല വദനവും പണ്ടു ലോകങ്ങളെയെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായി ജഗത് സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവിതാനും വന്ദിച്ചു തരുതരെ സ്തുതിച്ചു തുടങ്ങിനാൾ. അപ്പോൾ പിന്നെ വിഷ്ണുവിൻ്റെ അവതാരമാണ് തനിക്ക് ജനിച്ച പുത്രൻ എന്ന് കൗസല്യയ്ക്ക് മനസ്സിലായി. ആ ഒരു 1000 സൂര്യന്മാർ ഉദിച്ചതുപോലെയാണ് അത്ര ജനിച്ച സമയത്ത് ആ കുഞ്ഞിനെ ദർശിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ പിന്നെ ചതുർബാഹുവായ, അതായത് ശംഖചക്രഗദ പത്മധാരിയായിട്ടുള്ള വിഷ്ണുവിന് തന്നെയാണ് ഭഗവാൻ കൗസല്യാദേവിക്ക് ആദ്യം കാണിച്ചു കൊടുത്തത്. അപ്പോൾ കൗസല്യ എനിക്ക് ഒരു പുത്രനായിട്ട് തന്നെ എനിക്ക് കാണണം എന്ന് പറഞ്ഞതിന് ശേഷം ആ ഒരു പുത്രനായിട്ട് വീണ്ടും കൗസല്യയുടെ മുമ്പിൽ കുഞ്ഞായിട്ട് തന്നെ ഭഗവാൻ കിടന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ അപ്പോൾ കൗസല്യ ഈ ചതുർബാഹുവായിട്ടുള്ള ഭഗവാനെ, അതായത് വിഷ്ണുവിൻ്റെ അവതാരമാണല്ലോ ശ്രീരാമചന്ദ്രൻ. അപ്പോൾ ആ ചതുർബാഹുവായിട്ടുള്ള ഭഗവാന്റെ ദർശനത്താൽ പിന്നെ കൗസല്യ സ്തുതിക്കുന്നതാണ് അടുത്ത ഭാഗം. അപ്പോൾ ഗർഭത്തിലെ ശിശു വിഷ്ണുവാണെന്ന് അറിഞ്ഞതിന് ശേഷം പിന്നെ ആ ഒരു സ്തുതിക്ക് വളരെ പ്രാധാന്യവുമുണ്ട്. അപ്പോൾ കൗസല്യ സ്തുതി
കൂടെ ഒന്ന് വായിക്കാം. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വര ശൗരേ നമസ്തേ ജഗൽപദേ. നിന്തിരുവടി മായാദേവിയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു. സത്വാദി ഗുണത്രയ ആശ്രയിച്ചെന്തിനിത്ര സത്വാദിഗുണത്രയമാശ്രയിച്ചെന്തിനേ ഇതെന്ന് ഉത്തമന്മാർക്ക് പോലും അറിവാൻ വേലയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവ് പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യയൻ ഏകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യൻ നാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജ്ജര നിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയനിലയനൻ. അപ്പോൾ കൗസല്യ ദേവി പറയുന്നത് ഭഗവാന്റെ ആ ഒരു നിർമ്മലനാണ്, നിരാകാരനാണ്, നിരഹങ്കാരമൂർത്തിയാണ് എന്നൊക്കെയുള്ള ആ ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അവ്യയനാണ്, അജനാണ്, അച്യുതനാണ് എന്നൊക്കെയാണ് പറയുന്നത്. നിഷ്കാമൻ നിയമിനാം ഹൃദയനിലയനൻ അദ്വയൻ അജൻ അമൃതാനന്ദൻ നാരായണൻ വിദ്വന്മാനസ പത്മമധുപൻ മധുവൈരി സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാദിഭിസേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടീനൂനം. നിന്തിരുവടിയുടെ ജഡരത്തിങ്കൽ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ളൊരു ഭവാൻ എന്നുടെ ജഡരത്തിങ്കിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അനന്തശയനമാരൂപം നമുക്കറിയാം. മഹാവിഷ്ണുവിൻ്റെ ജഡരത്തിൽ വയറ്റിലാണ്, ഉദരത്തിലാണ് ഈ ബ്രഹ്മാണ്ടം, ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് എന്ന് നമ്മൾ ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് ഉള്ള വർണ്ണനകളിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ജഡരത്തിൽ വയറ്റിലെ ഉദരത്തിലെ എല്ലാ പ്രപഞ്ചത്തെയും അടക്കിയ ആ ഭഗവാൻ എങ്ങനെ എൻ്റെ ഉദരത്തിൽ വന്നു എന്നാണ് ഒരു ആശ്ചര്യമാണ് പറയുന്നത്. ഭക്തന്മാർ വിഷയമായുള്ള ഒരു പാരവശ്യം വ്യക്തമായി കാണായി വന്ന മുഗ്ധയാമെനിക്കിപ്പോൾ ഭദ്രപുത്രാർത്ഥാകുല സംസാര ദുഃഖാംബുദൗ നിത്യവും നിമഗ്നയാ ഈ അത്യർത്ഥം ഭ്രമിക്കുന്നേൻ നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാലിന്ന് നിൻ പാദാംബോജം കാൺമാനും യോഗം വന്നു. തൊൽക്കാരുണ്യത്താൽ നിത്യമുൾക്കാമ്പിൽ വസിക്കേണം ഇക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ. അപ്പോൾ പറയുന്നത് അങ്ങയുടെ കാരുണ്യത്താൽ എൻ്റെ ഉള്ളിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സിൽ എന്നും ഈ രൂപം എനിക്ക് കാണായി വരയണം എന്നാണ് കൗസല്യ പറയുന്നത്. കൗസല്യാദേവി ഈ രൂപം എൻ്റെ ദുഷ്കൃതങ്ങൾ, എൻ്റെ എല്ലാ പാപങ്ങളും ഒടുങ്ങാൻ വേണ്ടി, ഇല്ലാതാവാൻ വേണ്ടി അങ്ങയുടെ രൂപം എന്നും എൻ്റെ ഉള്ളിലുണ്ടാവണേ ഭഗവാനേ എന്നാണ് അവിടെ ആ വിഷ്ണുവിൻ്റെ ചതുർബാഹുവായ രൂപം കണ്ടതിന് ശേഷം പറയുന്നത്. വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേശ മോഹിപ്പിച്ചിടായികമാം ലക്ഷ്മീപദേ കേവലം അലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറയ്ക്കണം കാണും മറ്റുള്ളവർ കാണും മുമ്പേ ലാളനാശ്ലേഷ ആദ്യ അനുരൂപമായിരിപ്പോരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാനികേ. പുത്രവാത്സല്യ വ്യാജമായൊരു പരിചരണത്താലെ കടക്കേണം ദുഃഖ സംസാരാർണവം. അപ്പോൾ പറയുന്നത് എനിക്ക് ആ രൂപം എനിക്ക് വേണ്ടത്, എനിക്ക് കാണേണ്ടത് എൻ്റെ മകനായിട്ടാണ് ഞാൻ ശ്രീരാമൻ്റെ ഒരു ബാലഭാവത്തെ എനിക്ക് കാണിച്ചു തരണം എന്നാണ് പറയുന്നത്. അല്ലാതെ പിന്നെ ഈ എന്താ പറയുക ലക്ഷ്മീപദേ വിഷ്ണു ഭഗവാനെ
ഈ വൈഷ്ണവമായ രൂപം ഈ മറയ്ക്കണം ദേവേശ മറ്റുള്ളവർ കാണും മുമ്പേ. അപ്പോൾ ആദ്യം കണ്ടത് പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ അമ്മ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ കൗസല്യാദേവിയാണ് ആദ്യം കണ്ടത് ഭഗവാന്റെ രൂപം. അപ്പോൾ പറയുന്നത് ഈ ചതുർബാഹുവായിട്ടുള്ള ഈ രൂപത്തെ മറ്റുള്ളവർ കാണുന്ന മുമ്പേ മറയ്ക്കണം. കാരണം എനിക്ക് ആശ്ലേഷിക്കാനും കൊഞ്ചാനും ഒക്കെ ആയിട്ട് ബാലരൂപത്തെ തന്നെ ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിധേ എന്നാണ് പറയുന്നത്. പുത്രവാത്സല്യ വ്യാജമായൊരു പരിചരണത്താലെ കടക്കേണം ദുഃഖ സംസാരാർണവം. അപ്പോൾ ഈ പുത്രവാത്സല്യത്തോടുകൂടി തന്നെ ഭഗവാനെ പരിചരിച്ചുകൊണ്ടും എനിക്ക് ഈ ദുഃഖ സമുദ്രത്തെ കടക്കാൻ എനിക്ക് കഴിയണം എന്ന് വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമുക്ക് അപ്പോൾ പറയുന്നത് നമ്മുടെ ഈ ദുഃഖ ദുരിതങ്ങളൊക്കെ തന്നെ നമ്മളെ ഈ ഒരു നമ്മുടെ ഒരു എന്താ പറയുക സംസാര സാഗരം, ഈ സംസാരം എന്ന് പറയുന്ന ഈ നമ്മുടെ ഒരു ലൗകിക ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്ന ഒരു ദുഃഖ സമുദ്രമാണ് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദുഃഖവും സുഖവും ഒക്കെ ഉണ്ട്. സുഖം വളരെ കുറച്ചേ നമുക്ക് കാണുള്ളൂ, നമുക്ക് അനുഭവിക്കാൻ പറ്റൂ. പക്ഷേ നിത്യമായ സുഖത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അതിന് കുറേ സാധനങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വേണം. അതിനാണ് നമ്മൾ ഈ രാമായണമൊക്കെ വായിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രാമനവമി ദിവസവും നമുക്ക് ഒരുപാട് രാമനാമങ്ങൾ ജപിക്കാം. അതിന് ഗുണവും ഉണ്ടാവും, അതിന് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാവട്ടെ. പിന്നെ രാമനാമങ്ങൾ എന്നും കൊണ്ട് നടക്കണം, അതാണ് അതിൻ്റെ ഒരു ശരി. നമ്മൾ ഒരു ദിവസമോ ഒരു നേരമോ ഇപ്പോൾ ഒരു ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ മാത്രമല്ല നമ്മൾ ഭഗവാനെ സ്മരിക്കേണ്ടത്. അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കാൻ പറ്റാത്തത്. നമ്മൾ എല്ലാവരും പറയുന്നതൊക്കെ എന്താണ് എനിക്കിങ്ങനെ പ്രയാസം, എന്താണ് എനിക്കിങ്ങനെ വിഷമം. കാരണം നമ്മൾ ഓരോ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഭഗവാനെ ഭജിക്കുന്നത്, നമ്മൾ ക്ഷേത്ര ദർശനം എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഈ സംസാര ദുരിതത്തിൽ നിന്ന് നമുക്ക് കരകയറാൻ വിഷമം തോന്നുക. അപ്പോൾ ആ ഒരു സ്മരണയിൽ, ഭഗവാന്റെ ഒരു സ്മരണയിൽ ജീവിക്കുകയും നല്ല സത്പ്രവൃത്തികൾ ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നമ്മുടെ ആ ചിന്തകൾ പോലും നല്ലതാവുകയും നമ്മുടെ ജീവിതം കുറച്ചുകൂടെ നല്ലതാവുകയും സന്തോഷവും ശാന്തിയും സമാധാനവും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ഇത്രയും ഭാഗങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നു, ശ്രീരാമചന്ദ്രന് സമർപ്പിക്കുന്നു, വിഷ്ണു ഭഗവാന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ.